ഹലോ ഗായ്സ്. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ തംബ്നെയിൽ കണ്ട പോലെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് എൻ്റെ കുറച്ച് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിന്റെ മെറ്റീരിയൽസിനെ പറ്റിയിട്ട്. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്ന കുറച്ചു പേരെങ്കിലും ഉണ്ട് എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ആരും മൈൻഡ് ചെയ്യേണ്ട, ആസ്തെറ്റിക് കാര്യങ്ങളൊന്നും ഈ വീഡിയോയിൽ ഇല്ല. അപ്പോൾ നമുക്ക് അധികം പറഞ്ഞ് നീട്ടണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് ഞാൻ വരക്കുന്നത്, ക്രാഫ്റ്റ് ചെയ്യുന്നത്, വീഡിയോസ് എടുക്കുന്നതെല്ലാം ആയിട്ടുള്ള എൻ്റെ കോർണർ. അപ്പൊ അതെല്ലാം എടുക്കട്ടെ, നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം. ഇത്രയും പെട്ടി സാധനങ്ങളാണ് എനിക്ക് വരക്കാനും ക്രാഫ്റ്റ് ചെയ്യാനെല്ലാം ആയിട്ടുള്ളത്. അപ്പൊ അതിൽ ഫസ്റ്റ് തന്നെ ഞാൻ വരക്കാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ഫസ്റ്റ് തന്നെ ആയിട്ട് എൻ്റെ പെൻസിൽസ് ആണ് ഉള്ളത്. അപ്സര, ആർട്ട് ലൈൻ, ഫേബർ കാസ്റ്റിൽ തുടങ്ങിയ 3 ബ്രാൻഡിന്റെ പെൻസിൽസ് ആണ് എൻ്റെ ഉള്ളത്. അതിൽ തന്നെ HB ഉണ്ട്, 2B ഉണ്ട്, 10B ഉണ്ട്, 12B വരെ ഉള്ളത്. ഇറേസേഴ്സ് ആണ്. ഈ ഒരു ഇറേസറിന് വെറും 40 റുപ്യ ഉള്ളവർ നിങ്ങൾ വിശ്വസിക്കുക. ആ ഒരു ട്യൂബിൽ എന്റെ ഫില്ല് ചെയ്ത് കൊടുക്കുന്ന ഇറേസർ ഉണ്ട്, അതിനെ തീർന്നു. പിന്നെ ഉള്ളത് ഒരു നോർമൽ ആയിട്ടുള്ള ഇറേസറും പിന്നെ ഒരു നീഡബിൾ ഇറേസർ. പിന്നെ പെൻസിൽ ചെത്തി കൊടുക്കാൻ വേണ്ടി കട്ടർ ഉണ്ട്. എൻ്റെ 3 ഷാർപ്നെസ് ആണ് ഉള്ളതല്ല ഗൈസ്, 4. പിന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഓരോ സൈസിലുള്ള 3 ബ്രഷും. പിന്നെ ഈ ഒരു മേക്കപ്പ് ഇടുന്ന ഈ ഒരു സാധനം ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഒരു കുഞ്ഞു ബോട്ടിൽ കുറച്ച് ചാർക്കോൾ പൗഡറും ഉണ്ട്. അപ്പൊ ഇത്രയാണ് ഞാൻ വരക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു മൊബൈൽ കവറിന്റെ ബോക്സിൽ എന്തെല്ലാം ഉണ്ട് നോക്കാം. ഈ ഒരു ബോക്സിൽ ഞാൻ എല്ലാ കാര്യത്തിനും യൂസ് ആക്കുന്ന കുറച്ച് സാധനങ്ങളാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. അതിൽ കത്രിക, കോമ്പസ്, സ്റ്റാപ്ലർ, പശ, അങ്ങനത്തെ ഉള്ള സംഭവമാണ്. പിന്നെ ഈ ഒരു പശ ഗോൾഡൻ കളറിൽ ഔട്ട്ലൈനിലും കൊടുക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു ഗമ്മാണ്. പിന്നെ മുത്തലെടുക്കാൻ വേണ്ടി പ്ലക്കർ, പിന്നെ ഒരു തലകീറിപ്പോയൊരു പശയുണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങളാണ് അതിൻ്റെ അകത്ത് ഉള്ളത്. ഇനി നമുക്ക് ഈ ഒരു കേക്കിന്റെ ബോക്സിൽ എന്തെല്ലാം ഇട്ട് വെച്ചിട്ടില്ലേ നോക്കാം. ഞാൻ പണ്ടൊരു കഥകളിന്റെ വാൾ ഡെക്കർ ചെയ്യലുണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടിട്ട് യൂസ് ആക്കുന്ന കുറച്ച് മുത്തും കാര്യങ്ങളാണ് ഈ ഒരു ബോക്സിലേക്ക് ഉള്ളത്. ഇനി എൻ്റെ കയ്യിലുള്ള പെട്ടികളിൽ ഏറ്റവും മുതുക്ക് പെട്ടിയിൽ എന്താ ഉള്ളത് നമുക്ക് നോക്കാം. ഏറ്റവും വലിയ പെട്ടി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് ഫുള്ള് ബോട്ടിൽ പെയിന്റ്സ് ആണ്. അതിൻ്റെ അകത്ത് തന്നെ കുറെ കട്ട പിടിച്ച് പോയ പെയിന്റ് ഉണ്ട്, തീരാനായ പെയിന്റ് ഉണ്ട്. പിന്നെ നമുക്ക് നൊക്ലാജി അടുപ്പിക്കുന്ന നമ്മൾ പണ്ടല്ലേ യൂസ് ചെയ്ത ഒരു വാട്ടർ കളറും. പക്ഷെ അത് എൻ്റെ അല്ല, അതിന്റെ ഓണർ വേറെ ആളാണ്. ആസ് യൂഷ്വൽ കുറച്ച് ബ്രഷസും ഉണ്ട്. പിന്നെ പെയിന്റ് അടിക്കാതിരിക്കുമ്പോ പാലറ്റ് ഒന്നും കാണില്ലെങ്കിൽ അതിന്റെ മൂടിയാൻ എടുത്തിട്ട് പാലറ്റ് ആക്കും. ആ കോലാണ് ഈ കാണുന്നത്. ഇനി നമുക്ക് 2 ചാക്ക് നിറച്ചും കുറച്ച് സ്കെച്ചസ് ഉണ്ട്. അതാരെ ബാക്കിൽ ലൈൻ കട്ട് ഒരു സഞ്ചിയിൽ എപ്പെങ്കിലും ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ച് വെച്ച കുറച്ച് പറ്റാത്ത സ്കെച്ച്. മറ്റേ സഞ്ചിയിൽ കുറച്ച് ആവശ്യമുള്ള കുറച്ച് സ്കെച്ചും മാർക്കേഴ്സ് എല്ലാം ഇനിയുള്ളത് ഞാൻ പൊന്നുപോലെ സൂക്ഷിക്കുന്ന എന്റെ ഓയിൽ കളേഴ്സ് ആണ്. പൊന്നുപോലെ സൂക്ഷിക്കുന്ന പറയുന്നതിന്റെ കാരണം ഈ ഒരു പാക്കിന് തന്നെ 500 രൂപയാണ് വരുന്നത്. അതിന്റെ കവർ കീറിപ്പോയിട്ട് പോലും ഞാൻ ടാപ്പെല്ലാം എടുത്ത് ഒട്ടിച്ച് സെറ്റ് ആക്കി വെച്ചിട്ട് ഒരു 2 കൊല്ലമായി ഞാൻ ഈ കളർ തന്നെ യൂസ് ചെയ്യും. അങ്ങനെയൊന്നും എടുക്കില്ല, സമയം കിട്ടുമ്പോ എന്തെങ്കിലും പെയിന്റ് എല്ലാം ചെയ്യുമ്പോ അങ്ങനെ എടുക്കും. ഇനിയാണ് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്കെച്ച് ബുക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഈ ഒരു സ്കെച്ച് ബുക്കിന് വെറും 40 റുപ്യ ഉള്ളൂ എന്ന് നിങ്ങൾ വിശ്വസിക്കുക, പക്ഷേ വിശ്വസിക്കണം. എന്തായാലും അടിപൊളി സ്കെച്ച് ബുക്ക് ആണ്. 150 GSM ഉള്ള ആസിഡ് ഫ്രീ ആയിട്ടുള്ള 56 പേജുള്ള ഒരു ബുക്ക് നിങ്ങൾക്ക് 40 റുപ്യക്ക് ഏടുന്ന് കിട്ടും. പിന്നെ ഉള്ളത് ഡോംസിന്റെ ആണ് ഒരു ചെറിയൊരു സ്കെച്ച് ബുക്ക് ആണ്. പിന്നെ ഉള്ളത് ഈ ഒരു ബോക്സിൽ ഇട്ട് വെച്ച കുറച്ച് കളർ പെൻസിൽസ്. ഈ പെൻസിൽസ് എനിക്ക് ഗൾഫിൽ നിന്ന് ഒരാൾ കൊണ്ടു തന്നെയാണ്, അതുകൊണ്ട് ഏതോ ബ്രാൻഡിൽ നിന്നും ഓർമ്മയില്ല, കുറെ കാലമായി. പിന്നെ ട്രേസ് ചെയ്യുന്ന ഒരു പേപ്പർ ഉണ്ട്, പിന്നെ കുറച്ച് ഗ്ലിറ്റർ ഫോംസും. ഇതും കുറെ കാലമായി എൻ്റെ അടുത്ത് യൂസ് ചെയ്യുന്ന ഒരു സാഹചര്യം വരാത്തോണ്ട് അങ്ങനെ തന്നെ വെച്ചിട്ടാ ഉള്ളത്. കുഴപ്പമില്ല, ഇന്ന് നമുക്ക് ഇതെല്ലാം യൂസ് ചെയ്തിട്ട് കുറച്ച് ക്രാഫ്റ്റ് ചെയ്യാം. പിന്നെ ഉള്ളത് ഈ 3 ടൈപ്പ് ടേപ്പ്. ഈ ഒരു ബ്രൗൺ കളർ ടേപ്പ് കൊറിയർ എല്ലാം ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഞാൻ കവർ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ടേപ്പ്. പിന്നെ ഇത് മാസ്കിൻ ടേപ്പ് സൈഡ് ബോർഡർ എല്ലാം കൊടുക്കാൻ വേണ്ടി ഒട്ടിച്ചു. പിന്നെ ഈ ഒരു ബ്ലാക്ക് കളറിലെ ടേപ്പ് ഫ്രെയിമിന്റെ ബാക്കിൽ ഒട്ടിച്ചു കൊടുക്കുന്നതാണ്. ഇനിയുള്ളത് നമ്മളെ ആർട്ട് ചലഞ്ചിൽ ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്കെച്ചാണ്. അതിൽ തന്നെ കുറെ എണ്ണത്തിന്റെ കാറ്റ് പോയി, കുറെ എണ്ണം നല്ലപോലെ ഇപ്പോൾ. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത്രയും നേരം കണ്ടിരുന്ന എല്ലാവരോടും താങ്ക് യു. അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട കേട്ടോ. അപ്പൊ അത്രയുള്ളൂ ഗൈസ്, ബൈ.